ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് പുറത്തേക്കാണ്. ഞാൻ ഇടുക്കിയിൽ വീട്ടിൽ വന്നാലേ, അപ്പോൾ അത്യാവശ്യം ഒന്ന് പുറത്തൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് വെച്ചു. അപ്പം ഞാൻ ഇന്ന് ഇടാൻ പോകുന്ന ഡ്രസ്സ് ഒരു ഫുൾ സ്ലീവ് ആൻഡ് ബ്ലാക്ക് കളർ പാൻറ്റാണ്. ജസ്റ്റ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് വേണമെങ്കിൽ പറയാം. സിമ്പിൾ മേക്കപ്പാണ് കേട്ടോ, ഒത്തിരി എക്സ്പെക്റ്റേഷൻസ് ഒന്നും വേണ്ട. നമുക്കപ്പോൾ തുടങ്ങിയാൽ പരിപാടിയിലേക്ക്. ആദ്യമേ ഞാൻ വാസലിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. വാസലിൻ്റെ പ്രോഡക്റ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇടുക്കിയിലുള്ള കൂട്ടുകാർക്കറിയാം, ഇടുക്കിയുടെ ഒരു ക്ലൈമറ്റും ഒരു കാറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആക്കും. അപ്പോൾ അതിന് എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്യുന്ന കൂട്ട് പ്രോഡക്റ്റ്സ് ഉള്ളത് നല്ലതാണ്. അപ്പോൾ വാസലിനൊക്കെയാണെങ്കിൽ അത്യാവശ്യം ഇതായിട്ട് നിന്നോളും, ഗ്ലോയും തരും, അതുപോലെ നിന്നോളും. പിന്നെ ഞാൻ കണ്ണെഴുതണം, അല്ലെങ്കിൽ പിന്നെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ പോലെ ഇരിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഹിമാലയയുടെ കാച്ചർ വെച്ചിട്ട് കണ്ണെഴുതി കഴിഞ്ഞാൽ പൗഡർ മസ്റ്റായിട്ട് ഞാൻ ഇടും കേട്ടോ. അത് വേറെ ഒന്നിനുമല്ല, അല്ലെങ്കിൽ കൺമഷി നല്ലപോലെ സ്പ്രെഡാവും. എൻ്റെ കണ്ണിൽ അങ്ങനെ കൺമഷി ഇരിക്കില്ല, നല്ലപോലെ സ്പ്രെഡാവും. പിന്നെ കൈ മുഴുവൻ പൗഡറായി, പിന്നെ കുളമായി. അതിനുശേഷം ഞാൻ കണ്ണെഴുതി കഴിഞ്ഞാൽ ഐലൈനർ യൂസ് ചെയ്യണം. ഐലൈനർ ഡാസലറിൻ്റെ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് നോർമലി. നമ്മൾ പാവങ്ങളായതുകൊണ്ട് അതാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുള്ളൂ. ദെൻ ഡാസലർ വെച്ചിട്ട് ഒന്ന് കണ്ണ് വരച്ചൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ കൊള്ളാമെന്ന് തോന്നുന്നു, ഏകദേശം ഒത്തു. പിന്നെ ഞാൻ ചുണ്ടിൻ്റെ പരിപാടിയിലേക്ക് പോകണം. ചുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ലിപ് ബാം ഇടും. ലിപ് ബാം ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ടോ കേട്ടോ, നല്ലതായിരിക്കും. പിന്നെ ഒന്ന് ലിപ് ലൈനർ വെച്ചൊന്ന് വരച്ചു കൊടുത്തു. പിന്നെ ലിപ്സ്റ്റിക്ക് സ്റ്റുഡിയോന്ന് വാങ്ങിയതാണേ. നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ ഞങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഇഷ്ടപ്പെട്ട് അത്യാവശ്യം പർച്ചേസ് ചെയ്യും. ലിപ്സ്റ്റിക്ക് ഇട്ടു. ലിപ്സ്റ്റിക്കാണ് ഏറ്റവും വലിയ പാടുള്ള പരിപാടി. ചുണ്ട് ശരിയാക്കണം, കളർ എല്ലായിടത്തും വെക്കും, കോക്രി കാണിക്കുന്ന പോലെയാണ്, പക്ഷേ കൊള്ളാം. പിന്നെ അത് കഴിഞ്ഞിട്ട് തലമുടിയിലേക്ക് പോവുകയാണ്. തലമുടി കെട്ടി വെക്കണം, കാരണം പുറത്ത് അത്യാവശ്യം നല്ല കാറ്റാണ്. ഒത്തിരി വലിച്ചു വരിയിട്ടുണ്ടെങ്കിൽ ഞാൻ മുടി തന്നെ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒതുക്കി കിട്ടാൻ വേണ്ടിയായിരുന്നു. അവസാനം ഞാനൊന്ന് ചീകി വൃത്തിയാക്കി എടുത്തു. എനിക്ക് തോന്നുന്നു ചീകിയതിനേക്കാളും ബെറ്റർ നേരത്തെ ലുക്കായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്, മുടിയൊക്കെ കെട്ടി റെഡിയായി പുറത്തേക്ക് പോകാൻ വേണ്ടി സെറ്റായേക്കുവാണ് ഗൈസ്. ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക്. സിമ്പിളായിട്ട് ഒരുങ്ങാം. അതെങ്ങനെയായിരുന്നെന്ന് ഇപ്പം ഞാൻ കാണിച്ചു തന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ, ഇതായിരുന്നു ലുക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.